وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന വിഷയത്തിന് ശേഷം സ്വഹാബത്തിന്റെ ചരിത്രം, അതിൽ പ്രത്യേകിച്ച് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രമാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർണ്ണമായി പറയുവാനും അത് കേട്ട് മനസ്സിലാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ പ്രയാസമുള്ള സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കുന്നത്. നീണ്ടു നിൽക്കുന്ന ആയത്തുകളിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു സ്ഥൈര്യം നൽകുകയായിരുന്നു, ഉറപ്പ് നൽകുകയായിരുന്നു. ചരിത്രങ്ങൾക്ക് ഇസ്ലാമിൽ ചില പ്രാധാന്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, പ്രവാചകരെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് താങ്കൾക്ക് നാം പറഞ്ഞു തരുന്നു. എന്തിനാണ് ചരിത്രങ്ങൾ നിനക്ക് പറഞ്ഞു തരുന്നത്? മാ നുസബ്ബിതു ബിഹി ഫുആദക, നിന്റെ ഹൃദയങ്ങളെ അതുമൂലം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ്. അപ്പൊ ഈ ദീനിൽ നമുക്ക് ഇസ്തിഖാമത്തിന്, നമുക്ക് അടിയുറച്ചു നിൽക്കുവാൻ നമുക്കുള്ള സഹായമാണ് ചരിത്രങ്ങൾ എന്നുള്ളത്. എന്നാൽ അല്ലാഹു പറഞ്ഞു, വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ ചരിത്രങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായത് താങ്കൾക്ക് പറഞ്ഞു തരികയാണ്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതുപോലെ ഉപദേശങ്ങളാണ്. വദിക്റാലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അതൊരു ഉദ്ബോധനമാണ്. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ്, ചില തിരുത്തലുകൾ വേണമെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രങ്ങളിൽ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു മഹാകവി അഹ്മദ് ശൗഖി അദ്ദേഹം പറഞ്ഞത് കാണാം, ഇഖ്റഉ താരീഖ, നിങ്ങൾ ചരിത്രം വായിക്കണം, ചരിത്രം പഠിക്കണം. ഇത് ഫീഹിൽ ഇബർ, കാരണം നിങ്ങൾക്കുള്ള ഗുണപാഠമുള്ളത് ആ ചരിത്രങ്ങളിലാണ്. ലല്ല ഖൗമുൻ, എത്രയെത്ര ജനവിഭാഗമാണ്, എത്രയെത്ര ജനങ്ങളാണ് വഴിപിഴച്ചു പോയിട്ടുള്ളത്. അതിനുള്ള കാരണം ലാ യദ്റൂനൽ ഖബർ, അവർക്ക് ചരിത്രം അറിയുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ചരിത്രത്തിലുള്ള അജ്ഞത കാരണം ഒരുപാട് ജനവിഭാഗങ്ങൾ പിഴച്ചു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യമാണ് അത് നമ്മളെ അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മുഴുവൻ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമായും 3 വിഷയങ്ങൾ ഉൾക്കൊണ്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രണ്ടാമത്തത് കർമാനുഷ്ഠാനങ്ങളാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന കർമാനുഷ്ഠാനങ്ങൾ. മൂന്നാമതായിക്കൊണ്ട് ചരിത്രങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ അതിന്റെ 1/3
ചരിത്രങ്ങളായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്? അത് കേവലം കേട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയല്ല. അതിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൂറത്തിൽ തന്നെ ഒരുപാട് കഥകൾ പറഞ്ഞ സൂറത്തുകളുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നു, ദുൽഖർനൈന്റെ ചരിത്രം പറയുന്നു, മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു. അങ്ങനെ ഒന്നിലധികം ചരിത്രങ്ങൾ പറയുന്നു. സൂറത്ത് യൂസുഫ്, അത് മുഴുവൻ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. അങ്ങനെ ഒരു ചരിത്രം മാത്രം പറയുന്ന സൂറത്തുകളുണ്ട്. ഇനി മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അത് പരന്നു കിടക്കുന്നത് കാണുവാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങൾ പറയുന്നത്? ഒരു വിശ്വാസി, തൗഹീദ് ഉൾക്കൊണ്ട മുവഹിദായ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവന് ജീവിതത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കഥകൾ, ചരിത്രങ്ങൾ ആവശ്യമാണ്. ഇപ്പൊ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഖുർആനിൽ. വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരാളെ കുറിച്ച് പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. അഥവാ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, ബൽആം എന്ന് പേരുള്ള ഒരു ചങ്ങായി, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഫൻസലഖ മിൻഹാ, എന്നാൽ അയാൾ ഭൂമിയിലേക്ക് ചാഞ്ഞപ്പോൾ, അഥവാ അതിനെല്ലാം നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു ആ അനുഗ്രഹങ്ങൾ ഊരിയെടുത്തു. പിന്നീട് പിശാച് അയാളെ പിന്തുടരുകയും അയാൾ വഴിപിഴച്ചു പോയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹു പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ നാം ഉയർത്തുമായിരുന്നു. പക്ഷെ അയാളെ ഭൂമിയിലേക്ക് ശാശ്വതനായി. അയാളുടെ ചിന്ത മുഴുവൻ ഭൂമിയിലേക്കായിരുന്നു. അതുകൊണ്ട് അയാൾ അയാളുടെ ദേഹേച്ഛയെ പിൻപറ്റി. അയാളുടെ ഉദാഹരണം ഒരു നായയുടെ ഉദാഹരണം പോലെയാണ്. നായയെ നമ്മൾ എതിർത്താൽ അത് വായു പുറത്തോട്ടിട്ടുകൊണ്ടിരിക്കും, നാവ് പുറത്തോട്ടിട്ടുകൊണ്ടിരിക്കും. ഇനി നായയോട് നല്ല രൂപത്തിൽ നമ്മൾ സമീപിച്ചാൽ അതപ്പോഴും വായ പുറത്തേക്കിട്ട് നാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. എന്ന് അല്ലാഹു പറയാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, അവരുടെ ഉപമ ഇതുപോലെയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രം പറഞ്ഞു തന്ന് നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഈ കഥയിൽ നമുക്കുള്ള ഗുണപാഠം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എപ്പാടും ആസ്വദിച്ച് അതിന് നന്ദികേട് കാണിച്ചാൽ അയാൾക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം നായയുടെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ചരിത്രം പറഞ്ഞു തന്നിട്ട് അല്ലാഹു പറയാണ്, ഫഖ്സുസിൽ ഖസസ, പ്രവാചകരെ താങ്കൾ അവർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ഒരു പക്ഷേ ചിന്തിച്ചേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ സൂറത്ത് യൂസുഫ്, ആ ചരിത്രം മുഴുവൻ പറഞ്ഞു തന്ന അല്ലാഹു അവസാനം പറയാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങളും സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നത് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു. സ്വഹാബത്തും റസൂലുള്ളാഹിയും ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. യാത്രാമധ്യേ മുശ്രിക്കീങ്ങൾ ബർക്കത്തിന് വേണ്ടി വാള് തൂക്കിയിട്ടിരുന്ന ഒരു മരമുണ്ടായിരുന്നു. ആ മരം കണ്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്, പ്രവാചകരെ അവർക്ക് ദാത്തു അൻവാത്ത് എന്ന മരമുള്ളതുപോലെ ഞങ്ങൾക്കും ബർക്കത്തെടുക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരൂ. അവിടെ സ്വഹാബത്തിന് പ്രവാചകൻ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല മൂസ, ഇത് കൗമ മൂസ, മൂസയുടെ ജനത മൂസയോട് പറഞ്ഞതുപോലത്തെ വാക്കാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകൻ അവരെ അത് പഠിപ്പിച്ചത് ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പ്രവാചകനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചരിത്രങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ബദർ യുദ്ധത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോടും
മുഹാജിറുകളുമായി ചോദിക്കുകയാണ്. അൻസാറുകൾ അവർ മദീനക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി ചോദിക്കുകയാണ്, എന്താണ് സ്വഹാബ, നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിന് അൻസാരിയായ ഒരു സ്വഹാബി നൽകിയ മറുപടി, യാ റസൂലല്ലാഹ്, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസ. ബനൂ ഇസ്രായേലുകാർ മൂസയോട് പറഞ്ഞതുപോലത്തെ വർത്തമാനം ഞങ്ങൾ താങ്കളോട് പറയുകയില്ല. അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു. ഇന്നാ ഹാഹുനാ ഖാഇദുൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. റസൂലെ, അതുപോലത്തെ വർത്തമാനം ഞങ്ങൾ പറയുകയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആശ്വസിപ്പിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരിത്രം പഠിച്ചതും പഠിപ്പിച്ചതും ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചതും പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മത്താണ്. ഏറ്റവും കൂടുതൽ ചരിത്രങ്ങൾ പഠിച്ചതും അത് എഴുതി വെച്ചതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതും നമ്മുടെ ഉമ്മത്താണ്. അതിലൊരു അഭിമാനം നമുക്ക് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം സംരക്ഷിക്കപ്പെട്ട പോലെ ആരുടെ ചരിത്രമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? പ്രവാചകന്റെ രാവും പ്രവാചകന്റെ പകലും യാത്രയും എല്ലാം സ്വഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്വഹാബത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയതുപോലെ താബിഈകളുടെ ചരിത്രം രേഖപ്പെടുത്തിയതുപോലെ ലോകത്ത് മറ്റാരുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇനി നമ്മൾ നമ്മുടെ ഹിജ്റ വർഷം കണക്കാക്കുന്നതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചരിത്ര പ്രസിദ്ധമായ ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പൊ ചരിത്രത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിനെ പോലെ ലോകത്ത് സംഭാവനകൾ നൽകിയ മറ്റൊരു സമുദായത്തെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മഹാനായ ജമാലുദ്ദീൻ അൽ മിസ്സി റഹ്മത്തുള്ളാഹ്, അദ്ദേഹത്തിന്റെ ഒരു കിതാബിന്റെ പേരാണ് തഹ്ദീബുൽ കമാൽ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം 8045ഓളം ആളുകളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹ്, അദ്ദേഹത്തിന്റെ തഖ്രീബുൽ തഹ്ദീബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 8826ഓളം സലഫുകളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ചരിത്രം പഠിക്കാത്തവർക്ക് ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പല നിരീശ്വരവാദികളും ഈ ചരിത്രത്തെ കുറിച്ചുള്ള അജ്ഞത കാരണം ഇതെന്താണ് ഖുർആനിൽ ഇങ്ങനൊരായിട്ട്, ഇതെന്താണ് ഇങ്ങനൊരു ആശയം, ഇത് ഇന്ന ഹദീസിനെതിരല്ലേ എന്നൊക്കെ അവർ പറയുന്നത് അതുകൊണ്ടാണ്. മഹാനായ അൽ വാഹിദി റഹ്മത്തുള്ളാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ യുംകിനു തഫ്സീറുൽ ആയ, ഒരു ആയത്ത് തഫ്സീർ ചെയ്യാൻ സാധിക്കുകയില്ല. ദൂനൽ വുഖൂഫി അലാ ഖിസ്സതിഹാ വ ബയാനി നുസൂലിഹാ, ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കാതെ അതിലടങ്ങിയ ചരിത്രം മനസ്സിലാക്കാതെ ഒരായത്തിന്റെ തഫ്സീർ ചെയ്യാൻ പോലും ഒരാൾക്ക് സാധിക്കുകയില്ല. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. അബൂലഹബിനെ കുറിച്ച് അറിയാത്ത, അവന്റെ ദുശ്ചെയ്തികളെ കുറിച്ച് അറിയാത്ത ഒരാള് ഖുർആനിലെ ആയത്തിനെ എടുത്ത് നോക്കിയിട്ട് എന്താണ് ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചിട്ട് നശിക്കട്ടെ എന്നൊക്കെ അല്ലാഹു പറയുന്നത്, എന്ത് ദുഷ്ടത്തരാണ് ആലോചിച്ചൊക്കെ. അയാൾ അങ്ങനെ ചിന്തിക്കൂലേ? എന്നാൽ അബൂലഹബിനെ കുറിച്ച് ചരിത്രം പഠിച്ച ഒരാളാണെങ്കിലോ അയാൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അതുപോലെ തന്നെ വലൗ അന്നഹും ഇളലമു അൻഫുസഹു എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാത്തവരെ വിളിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്ത്, ആ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ്? വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അവർ വന്നിരുന്നെങ്കിൽ, അവർ തെറ്റ് ചെയ്തപ്പോൾ പ്രവാചകന്റെ അരികിലേക്ക് വന്നിരുന്നെങ്കിൽ, ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നെങ്കിൽ, വസ്തഗ്ഫറ ലഹുർ റസൂൽ, റസൂലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നെങ്കിൽ, അവർ നിനക്ക് അല്ലാഹു പൊറുക്കുന്നവനായി നിനക്ക് അല്ലാഹുവിനെ കാണാമായിരുന്നു. ഈ ആയത്ത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കുന്ന ആയത്താണ്. എന്നാൽ ഈ ആയത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? ആ നാട്ടിലെ മുനാഫിക്കീങ്ങളായ ചില ആളുകൾ പ്രവാചകന്റെ അരികിലേക്ക് നിധി തേടി വരേണ്ടതിന് പകരം വേറെ ചില ആളുകളുടെ അടുത്തേക്ക് ചെന്നു. ഇത് പ്രവാചകനെ വേദനിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവരെ കുറിച്ച് അവതരിപ്പിച്ച ആയത്താണത്. ഇത് ദുർവ്യാഖ്യാനിക്കുന്ന എന്തുകൊണ്ടാണ്? ആ ചരിത്രത്തിലുള്ള അജ്ഞത കാരണമാണ്.
ഇനി ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഒരു സമൂഹത്തെ തകർക്കുവാനും മോശമാക്കുവാനും ആ സമൂഹത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയാൽ മതി. അതിനുള്ള ഉദാഹരണമാണ് ഷിയാക്കൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചെല്ലാം അവർ ഒരുപാട് ദുശ്ചരിത്രങ്ങൾ, ഇല്ലാത്ത കെട്ടുകഥകൾ അവർ പ്രചരിപ്പിച്ച് പടച്ചുവിട്ടു. അതിലൊരുപാട് ആൾക്കാർ അതിൽ തെറ്റിദ്ധരിച്ചു പോയി. ആ സ്വഹാബത്ത് ഉയർന്ന നിലവാരത്തിലുള്ള സ്വഹാബത്തിനെ താഴ്ത്തിക്കെട്ടാൻ ചരിത്രത്തിലെ ഒരു തിരുത്തി എഴുത്ത് മതിയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്വഹാബത്തിന്റെ ചരിത്രം തന്നെയാണ്. ജീവിതത്തിനൊരു മാതൃക വേണമെന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെയില്ല. ഒരു നേതൃത്വത്തെ കൊതിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ പൊതുബോധത്തിൽപ്പെട്ടതാണ്. ഒരു നേതാവ് ഉണ്ടാകണം, ഒരു നേതാവിന്റെ അനുയായിയായി മാറണം, ആ നേതാവിനെ പിൻപറ്റണം എന്നെല്ലാം ഒരു മനുഷ്യന്റെ പൊതുബോധത്തിൽപ്പെട്ടതാണ്. നമുക്കൊരു ഉത്തമ മാതൃക നമ്മുടെ മുൻഗാമികളിലുണ്ട്. അതാണ് നമ്മുടെ സ്വഹാബത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. ആരെങ്കിലും ആരുടെയെങ്കിലും ചര്യ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയവരുടെ ചര്യ ആഗ്രഹിക്കട്ടെ. അതാരാണ്? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രവാചകന്റെ സ്വഹാബത്താണ്. കാനൂ അഫ്ളല ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണവർ. വഅബറഹാ ഖുലൂബ. ആഴത്തിൽ പുണ്യമുള്ള ഹൃദയമുള്ളവരാണവർ. വഅഅമഖഹാ ഇൽമ. ആഴത്തിൽ അറിവുള്ളവരാണവർ. വഅകല്ലഹാ തകല്ലുഫ. വളരെ കുറച്ച് മാത്രം നാട്യമറിയാത്ത, നാട്യം എന്താണെന്ന് അറിയാത്ത, ഹൃദയത്തിൽ ഒന്ന് വെച്ച് പുറത്തേക്ക് മറ്റൊന്ന് പെരുമാറുന്ന ആ നാട്യം എന്താണെന്ന് അറിയാത്തവരാണ് സ്വഹാബത്ത്. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്തിന് വേണ്ടി, സഹവാസത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവരാണ് ആ സ്വഹാബത്ത്. അതുകൊണ്ട് ആ സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കുന്നത്? നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് കൊണ്ടോ നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ടോ അവരുടെ ദർജ ഒന്നും ഉയരാനില്ല. സുബ്ഹാനല്ലാഹ്, അവരെത്രയോ ഉന്നതിയിലാണ്. നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ ദർജ ഉയരാനാണ്, നമ്മുടെ ഈമാൻ ഉറക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഈമാനികമായി മുന്നോട്ട് നടക്കാനുള്ള വഴിവെളിച്ചമാണ് ആ സ്വഹാബത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, അയ്യുഹുമ അഫ്ളൽ മുആവിയത്തു ബിൻ അബീ സുഫിയാൻ അം ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയാണോ മുആവിയത്തു ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണോ ഉത്തമനായിട്ടുള്ളത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ചരിത്രങ്ങളായും പാട്ടുകളായും. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹമാണോ മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ഉത്തമൻ? ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് നൽകിയ മറുപടി, വല്ലാഹി ഇന്നൽ ഗുബാറല്ലദീ ദഖല ഫീ അംഫി ഫറസി മുആവിയ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ മിൻ മിസ്ലി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കദാ വകദാ മറ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ മൂക്കിൽ തറച്ച ഒരു പൊടിപടലം, അതിനുപോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയേക്കാൾ ഇത്ര ദർജ ശ്രേഷ്ഠതയുണ്ട് എന്ന് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പറയാണ്. അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിനെ ചെറുതാക്കിയതല്ല, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമാണ്. അഥവാ പ്രവാചകന്റെ കൂടെ ഉണ്ടാകുമ്പോൾ സ്വഹാബത്തിനുള്ള മഹത്വമാണ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുആവിയത്തു ഖൽഫ റസൂലില്ലാഹ്. മുആവിയ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിറകിൽ നമസ്കരിച്ചു. പ്രവാചകൻ പറഞ്ഞു, സമിഅ അല്ലാഹു ലിമൻ ഹമിദ. മുആവിയ പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ്. ഫമാ ബഅദ ഹാദാ. ഇതിനേക്കാൾ മുആവിയയുടെ ശ്രേഷ്ഠത എന്താണോ എന്ന് ചോദിക്കുന്ന ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അത്രയും ഉന്നതമാണ് ആ സ്വഹാബത്തിന്റെ സ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞില്ലേ, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്. ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ. ആ സ്വഹാബത്ത് അവരെ നിങ്ങൾ ചീത്ത പറയരുത്. നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ,
അവർ ചെലവഴിച്ച ഒരു മുദ്ദോളം അല്ല, അതിന്റെ പകുതിയോളം എത്തുകയില്ല. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, അതിന്റെ പകുതി പറഞ്ഞാൽ ഒരു കോഴി. നമ്മൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും സ്വഹാബത്ത് ചെലവഴിച്ച ഒരു മുദ്ദോളം പോലും എത്തുകയില്ല. ഞാൻ വെറുതെ ഉഹുദ് മലയുടെ ഹൈറ്റും ഇതൊക്കെ അറിയാൻ വേണ്ടി നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ ഉഹുദ് മലയുടെ ഹൈറ്റ് 1077 മീറ്ററാണ്, അഥവാ 1 കിലോമീറ്ററിലും അപ്പുറം. ഉഹുദ് മലയുടെ നീളം 7.5 കിലോമീറ്ററാണ്. അത്രത്തോളം സ്വർണം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും സ്വഹാബത്ത് ചെലവഴിച്ചതിന്റെ ഒരു മുദ്ദോളം. ഇത് റസൂലുള്ളാഹി ആരോടാ പറയുന്നത്? സ്വഹാബത്തിനോടാ പറയുന്നത്. അവസാന കാലഘട്ടത്തിലെ സ്വഹാബത്തിനോടാ പറയുന്നത്. ആദ്യ കാലഘട്ടത്തിലെ സ്വഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലെ സ്വഹാബത്തും അവസാന കാലഘട്ടത്തിലെ സ്വഹാബത്തിനെ തട്ടിച്ചു നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? അവരെക്കാൾ എത്രയോ താഴ്ന്ന ദർജയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഈ ഉമ്മത്തിനുള്ള രക്ഷാ കവചമാണ് സ്വഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ ഉമ്മത്തിന്റെ രക്ഷാ കവചമാണ് സ്വഹാബത്ത്. ആകാശത്ത് നക്ഷത്രങ്ങൾ ആകാശത്തിന് കവചം എന്ന പോലെ ഈ ഉമ്മത്തിന്റെ കവചമാണ് സ്വഹാബത്ത്. നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന്റെ ആ സംരക്ഷണം ഇല്ലാതാകും. അതുപോലെ സ്വഹാബത്ത് ഇല്ലാതായാൽ ഈ ഉമ്മത്തിന്റെ രക്ഷാ കവചം ഇല്ലാതായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണുവാൻ സാധിക്കും. 1,00,000-ലധികം സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോഴുണ്ട്. എന്നാൽ ആ സ്വഹാബത്തെല്ലാം ഒരേ ദർജയിലല്ല, അവർ വ്യത്യസ്ത ദർജകളിലാണ്. എല്ലാവർക്കും മഹത്വമുണ്ട്, സ്ഥാനമുണ്ട്, എല്ലാവരും സ്വർഗത്തിലാണ്. എന്നാൽ അവരുടെ ദർജയിൽ മാറ്റമുണ്ട്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി 12ഓളം തട്ടുകളാക്കി സ്വഹാബത്തിനെ വേർതിരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബത്ത്, പട്ടിണി പാവങ്ങളായ സ്വഹാബികൾ, അവർ മദീനയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. എന്താണ് ആയത്ത്? ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ. മുഹാജിരീങ്ങളായ ചില ദരിദ്രന്മാരായ സ്വഹാബത്തുണ്ട്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം. അവരവരുടെ വീടുകളിൽ നിന്ന് അവരിറങ്ങി പുറപ്പെട്ടു, അവരുടെ സമ്പത്തുകൾ അവർ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ഔദാര്യവുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വഹാബത്തിന്റെ ആ ഇഖ്ലാസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറയാണ്. അവർ അള്ളാഹുവിനെയും റസൂലിനെയും അവർ സഹായിക്കുകയാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ മുഹാജിരീങ്ങളായ സ്വഹാബത്ത് എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും, അവരുടെ ഹൃദയം എത്രമാത്രം ആഹ്ലാദിച്ചിട്ടുണ്ടാകും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. മുഹാജിറുകൾ വരുന്നതിന് മുമ്പേ അവർക്ക് വേണ്ട വീട്, അതുപോലെ ഈമാനൊക്കെ ഒരുക്കി വെച്ച അൻസാറുകൾ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജ്റ ചെയ്തു വന്നവരെ ഇഷ്ടപ്പെട്ടവർ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും അവരെക്കാൾ അവർ പ്രാധാന്യം കൊടുത്തത് അവരിലേക്ക് വന്ന സ്വഹാബത്തിനെയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വമൻ യൂഖ ശുഹ നഫ്സിഹി. ഈ നഫ്സിന്റെ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ സ്വഹാബത്തിന്റെ സ്ഥാനം അത് വളരെ ഉന്നതമാണ്. അവരുടെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിലേക്ക് തിരിഞ്ഞെന്നുകൊണ്ട് പറയാണ്, ഫഇന്ന റഅസ മിഅതി സനത്തിൻ മിൻഹാ ലാ യബ്ഖാ മിമ്മൻ ഹുവ അലാ വഹിരിൽ അർളി അഹദ്. ഇന്നേ ദിവസത്തേക്ക് 100 വർഷം തികയുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള ഒരാളും ബാക്കിയാവുകയില്ല. അഥവാ എല്ലാ സ്വഹാബത്തും മരണപ്പെട്ടു പോകും. ഹിജ്റ 110 അവസാനത്തെ സ്വഹാബി അബു തുഫൈൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ് ആ സ്വഹാബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിരീങ്ങളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യം മുന്നിട്ട് വന്നവർ. വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ.
അവരെ നന്മയോടുകൂടി പിൻപറ്റുകയും ചെയ്ത ആളുകൾ റളിയല്ലാഹു അൻഹു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ഖുർആനിൽ എത്ര തവണ പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ ബൈഅത്ത് ചെയ്ത ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ കുറിച്ച് പറയാണ്, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, ഒരു വിശ്വാസി അല്ലാതെ അവരെ സ്നേഹിക്കുകയില്ല. വലാ യുബ്ഗിലുഹും ഇല്ലാ മുനാഫിഖ്, ഒരു കപട വിശ്വാസി അല്ലാതെ അവരെ വെറുക്കുകയില്ല. ഫമൻ അഹബ്ബഹും, ആരെങ്കിലും ആ അൻസാറുകളെ സ്നേഹിച്ചാൽ അഹബ്ബഹുല്ലാഹ്, അല്ലാഹു അവനെ സ്നേഹിക്കും. വമൻ അബ്ഗലഹും അബ്ഗലഹുല്ലാഹ്, ആരെങ്കിലും അവരെ വെറുത്താൽ അള്ളാഹു അവരെ വെറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പ്രിയമുള്ളവരെ, ഇനി ആ സ്വഹാബത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, കൽപ്പനകൾ അവർ സ്വീകരിച്ച ഒരു രീതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പൊ പ്രാവർത്തിയാക്കിയാല് എന്താ ഉണ്ടാവുക? സമൂഹത്തെ എങ്ങനെയാ അതിനോട് പ്രതികരിക്കുക? എന്തൊക്കെ എന്റെ വീട്ടുകാരുടെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഭാര്യയുടെ ചുണ്ടിലേക്കാണ്, നമ്മളുടെ മക്കളുടെ ചുണ്ടിലേക്കാണ്. റസൂലുള്ളാഹിയുടെ ഈ സുന്നത്തെടുത്താൽ അവരെന്ത് പറയും? അവരെങ്ങനെ എന്നോട് പ്രതികരിക്കും? എന്നാൽ സ്വഹാബത്തിന് ആ ചിന്ത ഉണ്ടായിട്ടില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുകയാണ്, മദ്യപിക്കുകയാണ്. അവിടെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്ന് മദ്യം കുടിക്കുകയാണ്. ഏതാണ് കാലഘട്ടം? ഒരു കവി ആ കാലഘട്ടത്തിൽ പാടി, ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കറമത്തിൻ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ കബറടക്കണം. എന്തിനു വേണ്ടിയാണ്? തുറബ്ബി ഇളാമി ബഅദ മൗതി ഉറുഖുഹാ, ഒരുപാട് കാലം കഴിഞ്ഞിട്ടെങ്കിലും അതിൽ നിന്ന് വീഞ്ഞ് എന്റെ ഞരമ്പുകളിലേക്ക് എത്തട്ടെ. വലാ തദ്ഫിന്നി ഇലാ അർളി ഫിലാത്തിൻ, ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി നിങ്ങൾ എന്നെ കബറടക്കരുത്. അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദൂഖുഹാ, ആ മദ്യം എനിക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് കവികൾ പാടിയിരുന്ന കാലഘട്ടം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളിരുന്ന് മദ്യപിക്കുകയാണ്. ഒരു കുട്ടി ഇങ്ങനെ പുറത്തുകൂടെ എന്തോ പറഞ്ഞു പോകുന്നുണ്ട്. ചെന്ന് നോക്കിയപ്പോ ആ കുട്ടി പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങിയിട്ടുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, മദ്യത്തിൽ നിന്ന് വിരമിക്കാറായില്ലേ? മദ്യത്തിൽ നിന്ന് വിരമിക്കാറായില്ലേ? ആയത്ത് അവതരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹവാലി എന്ന ആ പ്രദേശത്തിലൂടെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ മദ്യചഷകങ്ങൾ അടിച്ചു തകർത്ത് അവിടെ ഹവാലിയിലൂടെ മദ്യത്തിന്റെ നീർച്ചാലുകൾ ഒഴുകിയിരുന്നു. നാം ഒരിങ്ങനെ ആലോചിച്ചിട്ടില്ല, അത് പ്രവാചകന്റെ ചുണ്ടെന്ന് കേട്ടിട്ടില്ലല്ലോ, ഒരു കുട്ടി പറഞ്ഞതല്ലേ, ഏതായാലും പൊയിച്ചില്ലേ, ഇതുകൂടി കഴിഞ്ഞിട്ട് നിർത്താം എന്നവർ ചിന്തിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ, അതോടുകൂടി അത് ഒഴിവാക്കാൻ സ്വഹാബത്ത് ഒരുക്കമായിരുന്നു. ഇപ്പോഴും ലഹരി ചുണ്ടിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്? റമളാനിൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടി, ഒരു ലഹരി നുണയുന്നതിന് വേണ്ടി ഓടുന്ന എത്ര ആളുകളുണ്ട്? 100-200 രൂപ ദിവസം കത്തിച്ചു തീർക്കുന്ന എത്ര ആളുകളുണ്ട്? പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന വരേണ്ട താമസം വിരമിക്കാൻ ഒരുക്കമായിരുന്നു ആ സ്വഹാബത്ത്. ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി വീണു. മുശ്രിക്കീങ്ങൾ ശക്തമായി പ്രഹരിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം വികൃതമാക്കി അദ്ദേഹം ഷഹീദായി. സഫിയ റളിയല്ലാഹു അൻഹ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ്. സഫിയ റളിയല്ലാഹു അൻഹ വിവരം കേട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മകൻ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാനെ മയ്യത്ത് കാണിക്കരുത്, പോയി തട. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ചെന്ന് സഫിയ റളിയല്ലാഹു അൻഹയെ തടഞ്ഞു. പക്ഷെ സഫിയ റളിയല്ലാഹു അൻഹ നിൽക്കാൻ തയ്യാറായില്ല. അവർ വീണ്ടും യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അവർ ഒരുങ്ങുകയാണ്.
ആ സമയത്ത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുകി അൻ തർജിഇ. ഉമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് മടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ സുഫിയ റളിയല്ലാഹു അൻഹ അവിടെ നിന്നു. എന്നിട്ട് സുഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് എന്റെ സഹോദരനെ കാണണം, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ ഒരുക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം നൽകി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് എത്തി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ അവരെ കണ്ടു. ബോധം കെട്ട് വീണിട്ടില്ല, അലമുറയിട്ട് കരഞ്ഞിട്ടില്ല. സുഫിയ റളിയല്ലാഹു അൻഹ എവിടേക്ക് എത്തി? ഫഅതതുഹു ഫനളറത് ഇലൈഹി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ നോക്കി. ഫസല്ലത് അലൈഹി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വസ്തർജഅത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. വസ്തഗ്ഫറത് ലഹു, അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തു. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും സുഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല. കാരണം ആ സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ മുഴുവൻ ഈമാനായിരുന്നു. ഈമാൻ കൊണ്ട് നിറഞ്ഞതായിരുന്നു പ്രിയമുള്ളവരെ ആ സ്വഹാബത്തിന്റെ ഹൃദയം. പ്രിയമുള്ളവരെ, നമുക്ക് ആ രംഗം ഉൾക്കൊള്ളാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. പിന്നെ അതിനപ്പുറം അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞോ, ശരി, അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഖുത്ബ ആരംഭിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നടന്നു വരിക, വാതിലിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അയാൾ റസൂലുള്ളാഹി പള്ളിയിലുള്ള സ്വഹാബത്തിനോട് പറയാണ്, ഇജ്ലിസൂ, സ്വഹാബ എല്ലാവരും ഇരിക്കൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാതിലിന്റെ അവിടെ ഇരുന്നു. എന്നാ റസൂൽ ഇന്നോടല്ല പറഞ്ഞത്, അത് പള്ളിയിലോടല്ലേ പറഞ്ഞത്. ഞാനിപ്പോ ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കാൻ നിൽക്കുക, അങ്ങനൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. അതായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബത്തിന് പ്രവാചകനോടുള്ള സ്നേഹം. ഒരിക്കലും സ്വഹാബി അദ്ദേഹം ഒരു സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫനസഅഹു ഫതറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരിയെടുത്ത് അത് വലിച്ചെറിഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. മറ്റുള്ള സ്വഹാബത്തും എന്ന് പറയാണ്, നിനക്കത് എടുത്തുകൂടെ? അത് ഉപയോഗിക്കാതിരുന്നാൽ പോലെ, അത് ആഭരണമായി ഉപയോഗിക്കാതിരുന്നാൽ പോലെ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിനക്കത് ഉപയോഗിക്കാമല്ലോ. ആ സ്വഹാബിയുടെ മറുപടി, ലാ വല്ലാഹി മാ അഖുദു അബദ, അല്ലാഹുവാണേ ഞാനത് ഒരിക്കലും എടുക്കുകയില്ല. വഖദ് തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകൻ ഊരിയെറിഞ്ഞ ഒരു വസ്തു ഞാൻ എടുക്കുകയോ ലാ ആഖുദു അബദ, ഞാൻ ഒരിക്കലും അതെടുക്കുകയില്ല എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയെ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഖൈബർ യുദ്ധവേളയിൽ മദീനയിൽ നിന്ന് 153 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഖൈബർ സ്ഥിതി ചെയ്യുന്നത്. ഖൈബറിന്റെ യുദ്ധവേളയിൽ ശക്തമായ വിശപ്പാണ്, ദിവസങ്ങളോളം പട്ടിണിയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു പറയാണ്, അസ്വാബത്തിനാ മജ്ജാഅത്തുൻ, ഞങ്ങൾക്ക് ശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടു. വഖഅനാ ഫിൽ ഹുറുൽ അഹ്ലിയ, ആ സമയത്ത് ഞങ്ങൾക്കൊരു നാട്ടു കഴുതയെ ലഭിച്ചു. ഞങ്ങൾ ബിസ്മി ചൊല്ലി ആ കഴുതയെ അറുത്തു. ഫലമ്മാ ഗലത്തിൽ ഖദറു, അങ്ങനെ ചട്ടിയിലിട്ടു, അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ചില റിപ്പോർട്ടിൽ കാണാം അത് പൂർണ്ണമായി വെന്തു കഴിക്കാനുള്ള പാകത്തിലെത്തി. സഹിക്കാൻ കഴിയാത്ത വിശപ്പുമായി നിൽക്കുന്ന സ്വഹാബത്ത്, ഒരു മാംസകഷ്ണം ലഭിച്ചത് കൊണ്ട് അത് കഴിച്ച് വിശപ്പടക്കാമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സ്വഹാബത്തിനോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാണ്, അക്ഫിഉൽ ഖുദൂർ, നിങ്ങൾ ആ പാത്രങ്ങൾ ചെരിച്ചു കളയണം, അതിലെ മാംസം ഒഴിവാക്കണം. ഫലാ തത്അമൂ മിൻ ലുഹൂമിൽ ഹുമരി ശൈഅ, നാട്ടുകഴുതയിൽ നിന്ന് ഒരു വസ്തു പോലും നിങ്ങൾ ഭക്ഷിക്കരുത്. അഥവാ നാട്ടുകഴുത ഹറാമാണ്, അത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്. അത് കേൾക്കേണ്ട താമസം സ്വഹാബത്ത് അതെല്ലാം ഒഴിവാക്കുകയാണ്. റസൂലെ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ, ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ്, ഈ ഒരാഴ്ചയെങ്കിലും ഇളവ് നൽകിക്കൂടെ? ഇത് വെന്ത് റസൂലെ, ഇതെങ്കിലും തിന്നൂടെ?
ആ രൂപത്തിലുള്ള ചോദ്യങ്ങളൊന്നുമില്ല. വിശപ്പ് അവർ സഹിക്കും, പട്ടിണി അവർ സഹിക്കും. എന്നാൽ തങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കെതിരെ ചെയ്യാൻ ആ സ്വഹാബത്ത് ഒരുക്കമായിരുന്നില്ല എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രവേശിച്ചു. അതോടൊപ്പം ഒരു സ്വഹാബി പ്രവേശിച്ച് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ അരികിലേക്ക് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. സലാം മടക്കിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ നമസ്കരിച്ചിട്ടില്ല, തിരിച്ചുപോയി നമസ്കരിക്ക്. റസൂലെ, ഞാൻ പോയി നമസ്കരിച്ച് നിങ്ങൾ കണ്ടതല്ലേ? സ്വഹാബി ചോദിച്ചിട്ടില്ല. അദ്ദേഹം ചെന്നു, രണ്ടാമത് നമസ്കരിച്ചു. വീണ്ടും വന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം മടക്കിയിട്ട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ നമസ്കരിച്ചിട്ടില്ല, തിരിച്ചുപോയി നമസ്കരിക്ക്. റസൂലെ, ഞാൻ 2 പ്രാവശ്യം നമസ്കരിച്ചു, നിങ്ങൾ കാണുന്നില്ല തോന്നുന്നു. സ്വഹാബി തിരിച്ചു ചോദിച്ചിട്ടില്ല. മൂന്നാമതും അദ്ദേഹം പോയി നമസ്കരിച്ചു. 3-ാം തവണയും റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ ഉഹ്സിനു ഗൈറഹു ഫഅല്ലിംനി. റസൂലേ, ഇതിനേക്കാൾ നന്നായി നമസ്കരിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബി അതുപോലെ നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞാൽ അതിനെതിർത്ത് സംസാരിക്കുകയോ അതിനപ്പുറം ഒരു വാക്ക് പറയുകയോ സ്വഹാബത്തിന് ആ രൂപത്തിലുള്ള പെരുമാറ്റം അവർക്കറിയുമായിരുന്നില്ല. പ്രവാചകന്റെ കൽപ്പനകൾക്ക് അത്രമാത്രം പ്രാധാന്യം അവർ നൽകിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, മുഗീറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വാ ഗശിയ, എന്റെ പ്രവാചകന് എന്തൊരു ബോധക്ഷയമാണ്. മുഗീറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഉമർ, മാത്ത റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. ഇല്ല മുഗീറ, മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ എന്റെ റസൂലുള്ളാഹി പോയതാണ്. വാ ഗശിയ, എന്തൊരു ബോധക്ഷയമാണ്. എന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ അറുക്കുമെന്ന് പറയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തെത്തി, മിമ്പറിൽ കയറി സ്വഹാബത്തിന് ആയത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കർ, ഞാൻ ആഗ്രഹിച്ചു പോയി. ഞാൻ മരണപ്പെട്ടാലും നിങ്ങൾ മരണപ്പെട്ടാലും നമ്മളെല്ലാവരും മരണപ്പെട്ടാലും എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകരുത് എന്ന് അബൂബക്കർ ഞാൻ ആഗ്രഹിച്ചു പോയി. പ്രിയമുള്ളവരെ, എത്ര സ്നേഹമുണ്ട് ആ വാക്കുകൾക്ക്, എത്ര ആഴത്തിലാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത്. സെയ്ദ് ഇബ്നു ദത്തന റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കീങ്ങൾ കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുപോയി. തൻഈം കുന്നിന്റെ മുകളിലേക്ക് അടിച്ചടിച്ച് കയറ്റി. ആ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ട്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. സെയ്ദ് ഇബ്നു ദത്തന റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കുമ്പോൾ അബൂ സുഫിയാൻ പറയാണ്, യാ സെയ്ദ്, ഓ സെയ്ദേ, അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽആൻ ഇൻദനാ മകാനക് നദ്രിബു ഉർഖഹു വ ഇന്നക ഫീ അഹ്ലിക്. നീ ഇഷ്ടപ്പെടുന്നുണ്ടോ സെയ്ദേ? നിനക്ക് ഇഷ്ടമാണോ നിന്റെ ഈ സ്ഥാനത്ത് നിന്റെ പ്രവാചകനാണ് എങ്കിൽ, നീ നിന്റെ വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുകയാണ് എങ്കിൽ സെയ്ദേ, നിനക്കത് ഇഷ്ടമാണോ? സെയ്ദ് ഇബ്നു ദത്തന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് കുത്തുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അബൂ സുഫിയാൻ. പിന്നെ ഈ സ്ഥാനത്ത് എന്റെ റസൂലുള്ളാഹിയെ ഞാൻ എങ്ങനെ ആഗ്രഹിക്കുമെന്ന് പറയുന്ന സെയ്ദ് ഇബ്നു ദത്തന റളിയല്ലാഹു അൻഹുവിനെ കാണാം. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസു, നിങ്ങൾ എല്ലാവരും ഇരിക്കൂ. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു പള്ളിയുടെ പുറത്താണ്, പള്ളിയുടെ അടുത്തേക്ക് പോലും എത്തിയില്ല, പുറത്താണ്. അദ്ദേഹം അത് കേട്ടു. അദ്ദേഹം അവിടെ ഇരുന്നു. ഖുത്ബ റസൂലുള്ളാഹി പറഞ്ഞു തീരുന്നത് വരെ അബ്ദുല്ലാഹി ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു ആ വെയിലത്തിരുന്നു. ഖുത്ബ കഴിഞ്ഞ റസൂലുള്ളാഹി വിവരം അറിഞ്ഞു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ഈ വിഷയത്തിൽ അള്ളാഹു താങ്കളുടെ ആഗ്രഹം വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? അത് ശാസ്ത്രം തെളിയിച്ചതാണോ? അത് പെടുത്താൽ എന്താ നമുക്ക് ഉണ്ടാവാൻ പോണത് എന്ന രൂപത്തിലൊന്നും ചിന്തിച്ചിരുന്നവരായിരുന്നില്ല സ്വഹാബത്ത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മുസൈലിമത്തുൽ കദ്ദാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവൻ കത്തെഴുതി. മുസൈലിമ കത്തെഴുതി അള്ളാഹുവിന്റെ റസൂലായ മുസൈലിമയിൽ നിന്ന് അള്ളാഹുവിന്റെ മറ്റൊരു റസൂലായ മുഹമ്മദിന് എഴുതുന്ന കത്ത്. ഇതാ, ഞാനും താങ്കളുടെ കൂടെ നുബുവത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട്. താങ്കൾക്ക് ഭൂമിയിൽ നിന്ന് അള്ളാഹു സ്വാധീനം നൽകിയതുപോലെ എനിക്കും സ്വാധീനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുസൈലിമ കത്തെഴുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുകത്തെഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, കള്ളപ്രവാചകനായ മുസൈലിമയിലേക്ക് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് എഴുതുന്ന കത്ത്. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം സ്വീകരിച്ചവർക്ക്, പിൻപറ്റിയവർക്ക് സമാധാനം. ഈ കത്ത് യമാമയിലേക്ക് ആര് കൊണ്ടുപോയി കൊടുക്കും? മഹാനായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തു. അദ്ദേഹം യാത്ര പുറപ്പെട്ടു. കാടുകളും കാട്ടാറുകളും മണലും മണൽക്കൂനകളും എല്ലാം താണ്ടി അദ്ദേഹം മൈലുകൾക്കപ്പുറത്തേക്ക് മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. മുസൈലിമയുടെ കൊട്ടാരത്തിലെത്തി. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കത്ത് കൈമാറി. കത്ത് വായിച്ച ഉടനെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചോദ്യം, അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഹബീബേ നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നഅം, അതെ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മുസൈലിമ രണ്ടാമത്തെ ചോദ്യം, വതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നി ലാ അസ്മഉ മാ തഖൂൽ, മുസൈലിമ നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. നിന്റെ ആ ദുഷിച്ച വാക്ക് എനിക്ക് കേൾക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. മുസൈലിമ ചോദ്യം ആവർത്തിച്ചു, അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ആവേശത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മറുപടി ആവർത്തിച്ചു, നിന്റെ ആ ദുഷിച്ച ചോദ്യം എനിക്ക് കേൾക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ കഷ്ണങ്ങളായി മുസൈലിമത്തുൽ കദ്ദാബ് പറിച്ചെടുക്കാൻ തുടങ്ങി. ആദ്യം തുടയിൽ നിന്നൊരു മാംസകഷ്ണം പറിച്ചെടുത്തു. ചോര വാർന്നൊലിക്കുന്നു. മുസൈലിമ ചോദ്യം ആവർത്തിച്ചു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരുങ്ങിയില്ല. രണ്ടാമത് മാംസകഷ്ണം പറിച്ചെടുത്തു. ചോദ്യം ആവർത്തിച്ചു. മാംസകഷ്ണങ്ങൾ പറിച്ചെടുത്ത് രക്തം വാർന്നൊലിച്ച് ഷഹീദായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും. തങ്ങളുടെ ജീവിതത്തെക്കാൾ വലുത് ഇസ്ലാം എന്ന ഈ ആദർശമാണെന്ന് അവർ തെളിയിക്കുകയായിരുന്നു. തങ്ങൾക്ക് തങ്ങളുടെ നഫ്സുകളെക്കാൾ വലുത്, തങ്ങളെക്കാൾ പ്രിയങ്കരമായത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവരായിരുന്നു പ്രിയമുള്ളവരെ ആ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മാത്രമല്ല പറഞ്ഞത്, തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീലിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും, ആ മുഹമ്മദിന്റെ കൂടെയുള്ള സ്വഹാബത്ത് കാഫിരീങ്ങളോട് ശിദ്ദത്തുള്ളവരാണ്, പരസ്പരം കാരുണ്യമുള്ളവരാണ്. തറാഹും റുക്അൻ സുജ്ജദൻ, അവരെ നിനക്ക് കാണാം
അവർ റുക്കൂഇലും സുജൂദിലുമായിരിക്കും. അവർ അല്ലാഹുവിന്റെ തൃപ്തിയും ഔദാര്യവുമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ അടയാളം നിനക്ക് കാണാം. അഥവാ നമസ്കരിച്ചതിന്റെ ആ അതിന്റെ ഒരു സ്വാധീനം അവരുടെ ജീവിതത്തിൽ പെരുമാറ്റത്തിലെല്ലാം നിനക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അല്ലാഹു പറയാണ്, ഇത് സ്വഹാബത്തിനെ കുറിച്ച് തൗറാത്തിലുള്ള ഉദാഹരണമാണ്. ഇഞ്ചീലിലും അവരെ കുറിച്ച് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിളയുടെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എത്ര മഹത്വമാണ് സ്വഹാബത്തിന് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊന്നും ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയാത്ത ദറജയിലാണ് ആ സ്വഹാബത്തുള്ളത്. അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർ ജനിക്കുന്നതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവതീർണമായതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവതരിച്ച ഇഞ്ചീലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവതരിച്ച തൗറാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 600 വർഷങ്ങൾക്ക് മുമ്പാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്. അതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്. അവർക്ക് അവതരിച്ച വേദഗ്രന്ഥങ്ങളിൽ പോലും ഈ സ്വഹാബത്തിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലാഹുവിനറിയാം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ ആ സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാണ്, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു മുഴുവൻ അടിമകളുടെയും ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അവൻ മുഴുവൻ മനുഷ്യന്മാരിൽ നിന്നും ഏറ്റവും നല്ല ഹൃദയം മുഹമ്മദിന്റേതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു മനസ്സിലാക്കി. ഫസ്തഫാഹു നഫ്സിഹി. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി റസൂലിനെ തെരഞ്ഞെടുത്തു. ഫബതഅസഹു ബിരിസാലതിഹി. റിസാലത്ത് നൽകി. സുമ്മ നളറ ഫീ ഖുലൂബിൽ ഇബാദ് ബഅദ ഖൽബി മുഹമ്മദിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് ശേഷം മറ്റുള്ള അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പ്രവാചകന് ശേഷം പിന്നീട് ഏറ്റവും നല്ല ഹൃദയമുള്ളവരായി സ്വഹാബത്തിനെയാണ് അല്ലാഹു കണ്ടത്. ഫജഅലഹു വസറാഅ നബിയിഹി. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികളായി അല്ലാഹു അവരെ തിരഞ്ഞെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ബദറിലേക്കുള്ള വെളിയാളം വന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹും ഖൈസമ റളിയല്ലാഹു അൻഹും മത്സരിക്കാണ്. ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ഉപ്പയും മകനും മത്സരിക്കാണ്. ഒരാൾക്ക് യുദ്ധത്തിന് പോകാൻ പറ്റുള്ളൂ. കാരണം വീട്ടിൽ മറ്റു സ്ത്രീകളുണ്ട്, അവരുടെ കാര്യം നോക്കാൻ ഒരാൾ നിൽക്കണം. അവർ തമ്മിൽ മത്സരിച്ചു. അവസാനം നറുക്കിട്ടു. നറുക്ക് വീണത് മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഖൈസമ റളിയല്ലാഹു അൻഹു ഉപ്പ പറയാണ്, യാ ബനി ആസറനി അൽയൗം. മോനെ, ഇന്ന് ഉപ്പാക്ക് സ്വാധീനം കാണാം. യാ അബതി ലൗ കാന ഗൈറൽ ജന്നതി ഫഅൽതു. ഉപ്പ, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് മുൻഗണന നൽകുമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ബദറിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് ഷഹീദായി. അടുത്ത വർഷം ഉഹദിലേക്ക് ഖൈസമ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ട് ഷഹീദായി എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബത്ത്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളുമെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നത് വരെയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ ജീവിതം മുഴുവൻ സ്വർഗത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മദീനയിൽ ഒരു വിശാലമായ ഈത്തപ്പനത്തോട്ടം ഉണ്ടായിരുന്നു. ആരും ആഗ്രഹിച്ചു പോകുന്ന ധാരാളം ഈത്തപ്പനങ്ങളുള്ള ഒരു നല്ല തോട്ടം. ഒരു സ്വഹാബി റസൂലിനോട് വന്ന് പറയാണ്, റസൂലെ, എന്റെ വീടിന്റെ അതിർത്തി വെക്കണം. പക്ഷെ ഒരു ഭാഗത്ത് ഒരതിരിൽ അപ്പുറത്തെ അയൽവാസിയുടെ ഒരു മരമുണ്ട്. അയാളത് മുറിച്ച് മാറ്റിയാലേ എനിക്ക് അവിടെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അയാളത് മാറ്റി തരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പോയി പറഞ്ഞു, നിങ്ങൾ ഈ മരം അയാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ മുറിച്ച് മാറ്റണം, നിങ്ങൾക്ക് സ്വർഗം തരാം. വേണ്ട റസൂലെ, എനിക്ക് സ്വർഗം വേണ്ട, ഞാനത് കൊടുക്കൂല.
അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു കേട്ടത് സ്വർഗം നൽകാമെന്നുള്ളതാണ്. അദ്ദേഹം നേരെ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അബൂ ദഹ്ദാഹിന്റെ തോട്ടമറിയില്ലേ? അതാർക്കാണ് അറിയാത്തത്? ശരി, അബൂ ദഹ്ദാഹിന്റെ തോട്ടം മുഴുവൻ നൽകാം. ആ ഈത്തപ്പന മരം നൽകുമോ? അബൂ ദഹ്ദാഹിന്റെ തോട്ടം മുഴുവൻ നൽകാം, പകരം ആ മരം നൽകുമോ? അയാൾ നൽകി. കച്ചവടം നടന്നു. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്തേക്ക് എത്തി പറയണ, റസൂലേ, ഞാനത് വിറ്റിട്ടുണ്ട്, അബൂ ദഹ്ദാഹിന് സ്വർഗമില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എത്രയെത്ര ഈത്തപ്പന മരങ്ങളാണ് അബൂ ദഹ്ദാഹിന് സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണുവാൻ സാധിക്കും. ഖൈബർ യുദ്ധവേളയിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടി നൽകുന്നത്. തലേ ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഉഅതിയന്ന ഹാദിഹി റായത റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഈ കൊടി ഞാൻ നൽകുന്നത് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിലായിരിക്കും. സ്വഹാബത്ത് എല്ലാവരും ആഗ്രഹിച്ചു അത് അവരായിരിക്കണം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ആ കൊടി നൽകിയിട്ട് റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇംശി, അലി നടന്നോ, വലാ തൽതഫിത് ഹത്താ യഫ്തഹല്ലാഹു അലൈക്, അല്ലാഹു നിന്റെ കൈകൾ കൊണ്ട് വിജയം കൊണ്ടുവരും, അതുവരെ നീ തിരിഞ്ഞു നോക്കരുത്, നടന്നോ. അലി റളിയല്ലാഹു അൻഹു കൊടി പിടിച്ച് നടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ അദ്ദേഹത്തിന് സംശയം, അല്ല, എന്തിനാ ഇപ്പൊ യുദ്ധം ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യുമ്പോൾ എന്താണ് നിയ്യത്ത്? പ്രവാചകനോട് ചോദിക്കണം. പക്ഷെ റസൂലുള്ളാഹിയുടെ കൽപ്പന വലാ തൽതഫിത്, നീ തിരിഞ്ഞു നോക്കരുത് എന്നാണ്. അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ കലിമത്തിന് വേണ്ടിയാണ്. അലി റളിയല്ലാഹു അൻഹു അത് കേട്ട് നടന്നു. ആ റസൂലുള്ളാഹി പിന്നെ അങ്ങനെ പറഞ്ഞതാവൂല, ഒരു സംശയം ചോദിക്കാനല്ലേ, ഒന്ന് തിരിഞ്ഞു പോകേണ്ട പ്രശ്നം ഉണ്ടാവില്ല. ആ രൂപത്തിലൊന്നും പ്രിയമുള്ളവരെ അവർ ചിന്തിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് പകർന്നു നൽകിയവരായിരുന്നു ആ സ്വഹാബത്ത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ മദീനയിലേക്ക് വന്ന ദിവസമാണ് ഞങ്ങൾക്കെല്ലാം പ്രകാശപൂരിതമായി തോന്നിയ ദിവസം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം മദീന മുഴുവൻ ഞങ്ങൾക്ക് ഇരുട്ടായി തോന്നിയെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതായിരുന്നു പ്രിയമുള്ളവരെ ആ സ്വഹാബത്തിന് റസൂലുള്ളാഹിയോടുള്ള ഇഷ്ടം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവാണ് സത്യം, ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസില മിൻ ഖറാബത്തി, എന്റെ കുടുംബബന്ധം ചേർക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം റസൂലുള്ളാഹിയുടെ കുടുംബബന്ധം ചേർക്കലാണ്. തങ്ങളെക്കാൾ, തങ്ങളുടെ കുടുംബത്തെക്കാൾ അവർ റസൂലുള്ളാഹിയെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ കേവലം നാവ് കൊണ്ടുള്ള പറച്ചില് മാത്രമല്ല, ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു അവർ. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യനാണ്. അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻ തുസ്ലിമ അഹബ്ബു ഇലയ്യ മിൻ അൻ യുസ്ലിമ ഖത്താബ്, അബ്ബാസ്, താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്നതാണ് എന്റെ ഉപ്പ ഖത്താബ് ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. കാരണം താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടം. അള്ളാഹുവിന്റെ റസൂലിന് എന്താണോ ഇഷ്ടം, അതായിരുന്നു സ്വഹാബത്തിന്റെ ഇഷ്ടങ്ങൾ. തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ, തങ്ങളുടെ സ്വപ്നങ്ങളെക്കാളെല്ലാം അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥാനം നൽകിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ റസൂലില്ലാത്ത ഒരു നിമിഷം അവർക്ക് ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഒരു സഹാബി അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കലും പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ റസൂലല്ലാഹ്, വല്ലാഹി ഇന്നക ലഅഹബ്ബ ഇലയ്യ മിൻ നഫ്സി, എനിക്ക് എന്നേക്കാൾ ഇഷ്ടം റസൂലേ നിങ്ങളെയാണ്, എനിക്ക് എന്റെ കുടുംബത്തെക്കാൾ ഇഷ്ടം നിങ്ങളെയാണ്, എന്റെ മക്കളെക്കാൾ ഇഷ്ടം നിങ്ങളെയാണ്. പ്രവാചകരെ, എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളെ കാണാൻ തോന്നും. അപ്പൊ ഞാൻ പള്ളിയിലേക്ക് വരും, നിങ്ങളെ കാണാൻ പറ്റും.
എന്നാൽ എൻ്റെ മരണത്തിന് ശേഷം, നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾ സ്വർഗത്തിലെ ഉന്നതമായ ദറജയിലായിരിക്കും. ഞാനൊരു പക്ഷേ സ്വർഗത്തിലേക്ക് എത്തിയാൽ ഞാൻ താഴെ ദറജയിലായിരിക്കും. റസൂലേ, എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുകയില്ലല്ലോ, ഞാൻ അതോർത്ത് വിഷമിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഏഴാൻ ആകാശത്ത് നിന്ന് അല്ലാഹു മറുപടി ഇറക്കി, ഫമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാരാണോ അവർ നബിമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ ആ സ്വഹാബത്ത് തയ്യാറായി എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. ഈ ആദർശത്തിന് മുന്നിൽ അവർക്കൊന്നും പ്രശ്നമായില്ല. ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, സഅദേ, ഉഹദല്ലേ, നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ എനിക്ക് കാണിച്ചു തരണമേ, അയാളെ വധിക്കാൻ എനിക്ക് അവസരം നൽകണമേ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. രണ്ടാമതൊരു പ്രാർത്ഥന ആകാശ ലോകങ്ങളിലേക്ക് ഉയർന്നു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ മുശ്രിക്കീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ എനിക്ക് കാണിച്ചു തരണമേ. ആ ഉഹദിന്റെ രണാങ്കണത്തിൽ എന്റെ കണ്ണുകൾ അവർ ചൂഴ്ന്നു മാറ്റണേ, എന്റെ കാതുകൾ അവർ അറുത്തു മാറ്റണേ. അങ്ങനെ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് കണ്ണുകളില്ലാതെ കാതുകളില്ലാതെ ഞാൻ എത്തുമ്പോൾ എന്റെ റബ്ബിനോട് ചോദിക്കും, എവിടെ അബ്ദുല്ലാഹിന്റെ കണ്ണുകൾ, എവിടെ അബ്ദുല്ലാഹിന്റെ കാതുകൾ? അല്ലാഹുവേ, നിനക്ക് വേണ്ടി, നിന്റെ റസൂലിന് വേണ്ടി ഞാനതെല്ലാം സമർപ്പിച്ചു എന്ന് എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ പറയണം. യുദ്ധം കഴിഞ്ഞ് ഒരു കുന്തത്തുമേ ഒരു മനുഷ്യന്റെ കണ്ണും മൂക്കും അവയവങ്ങളൊക്കെ ഇങ്ങനെ കോർത്തെടുത്തപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാനത്തു വല്ലാഹി ദഅവത്തു അബ്ദില്ലാഹി ഖൈറൻ മിൻ ദഅവതി. എന്റെ പ്രാർത്ഥനയേക്കാൾ എത്ര നല്ല പ്രാർത്ഥനയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റേത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ നമ്മൾ ഇസ്ലാമിന് വേണ്ടി കൈ കൊടുക്കണം, കാല് കൊടുക്കണം എന്നൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീലംബരനാണെന്ന് പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനാണെന്ന് പറയുമ്പോൾ, കാരുണ്യത്തിന്റെ ആ പ്രവാചകനെ സമൂഹത്തിന് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ, നമ്മുടെ സംസ്കാരത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒട്ടകത്തിന്റെ കയറെളുപ്പം ശക്തമായി ഒലിച്ചപ്പോൾ ആ മുണ്ടാപ്രാണിയോട് കരുണ കാണിക്ക ആയിഷ എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ, മക്കളെ ചുംബിക്കുന്നത് പോലും കാരുണ്യമാണെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ, മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്ന ആയത്തോട് പഠിപ്പിച്ച ആ കാരുണ്യത്തിന്റെ, സമത്വത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഒരുക്കമാവും. അതാണ് നമുക്ക് ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത. ആ സ്വഹാബത്തിനെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്തിനാണ് നമ്മൾ സ്വഹാബത്തിനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം റസൂലുള്ളാഹി എന്നെ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയാണ്, മത്തസ്സാ, റസൂലെ, എപ്പോഴാണ് അന്ത്യദിനം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വമാ അഅദത്തലഹ, അതിനുവേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലാ ശൈ, റസൂലെ, കാര്യമായിട്ടൊന്നുമില്ല, ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് പരലോകത്ത് അയാളോടൊപ്പമായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പേര് കേൾക്കുമ്പോഴാണ്
ഏതെങ്കിലും സിനിമാ താരങ്ങളുടെ, കായിക താരങ്ങളുടെ, നാട്ടുപ്രമാണമായുടെ പേര് കേൾക്കുമ്പോഴാണ് നമുക്കിഷ്ടമെങ്കിൽ പരലോകത്തോടൊപ്പമായിരിക്കും. അതല്ല അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേൾക്കുമ്പോൾ, സ്വഹാബത്തിന്റെ ജീവിതം പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അള്ളാഹു റസൂലിന്റെ പത്നിമാരെ സ്നേഹിക്കുമ്പോൾ പരലോകത്ത് അവരോടൊപ്പമായിരിക്കും. ഈ ഹദീസ് കേട്ടിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി അത് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തിന്റെ അത്ര ഞങ്ങൾ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. കാരണം അന ഉഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്രിൻ വ ഉമർ വ ഉസ്മാൻ, ഞാൻ റസൂലുള്ളാഹിയെയും അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നുണ്ട്. വ അർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹു, അവരോടുള്ള എന്റെ സ്നേഹം കാരണത്താൽ ഞാൻ പരലോകത്ത് അവരോടൊപ്പമായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ അത്ര നന്മകൾ ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും അവരോടുള്ള എന്റെ സ്നേഹം കാരണത്താൽ ഞാൻ പരലോകത്ത് അവരോടൊപ്പമായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്വഹാബത്തിനെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് പരലോകത്ത് അവരോടൊപ്പം നമുക്ക് എത്തുവാനുള്ള ഒരവസരം ഒരുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്വഹാബത്ത് എല്ലാ മഹത്വമുള്ളവരാണ്, എല്ലാവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. എന്നാൽ അവരിൽ തന്നെ മഹത്വത്തിന്റെ വിഷയത്തിൽ, ദറജയുടെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12 തട്ടുകളായി അവരെ വേർതിരിച്ചിട്ടുണ്ട്. ആദ്യം മുഹാജിറുകൾ, പിന്നെ അൻസാറുകൾ, പിന്നെ ഇങ്ങനെ വരുന്ന അവസാനം മക്കം ഫത്തഹിൽ മുസ്ലിമീങ്ങളായ സ്വഹാബത്ത്, അങ്ങനെ 12ഓളം കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉന്നത ദറജയിൽ നിൽക്കുന്ന, ഏറ്റവും മഹത്വമുള്ള 4 സ്വഹാബത്താണ് ഖുലഫാ ഉർ റാഷിദീങ്ങൾ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതുകൊണ്ട് തന്നെ ആ ഖുലഫാ ഉർ റാഷിദീങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ സ്വഹാബ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ആ സമയത്ത് ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദി, നേർമാർഗത്തിലായ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ധാരാളം ഹദീസുകളിൽ അവരുടെ മഹത്വങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു. പ്രവാചകൻ ഇടക്കിടക്ക് പറയുമായിരുന്നു, ദഹബതു അന വ അബൂബക്കർ വ ഉമർ, ഖറജ്തു അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും വന്നു, ഞാനും അബൂബക്കറും ഉമറും പ്രവേശിച്ചു. അവരെ ചേർത്ത് റസൂലുള്ളാഹി ഇടക്കിടക്ക് പറയുമായിരുന്നു. ഒരു സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, പശു സംസാരിച്ചു. സ്വഹാബത്തേക്കാണ്, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലമു, റസൂലുള്ളാഹി പശു സംസാരിക്കുകയോ? റസൂലുള്ളാഹി പറയാണ്, ഞാൻ വിശ്വസിച്ചു, അബൂബക്കറും വിശ്വസിച്ചു, ഉമറും വിശ്വസിച്ചു. ആ സദസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി വീണ്ടും പറയാണ്, ചെന്നായ സംസാരിച്ചു. സ്വഹാബത്ത് വീണ്ടും ചോദിക്കാണ്, സുബ്ഹാനല്ലാഹ്, ദിബ്ബുൻ തകല്ലമു, ചെന്നായ സംസാരിക്കുകയോ? റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അബൂബക്കറും വിശ്വസിച്ചു, ഉമറും വിശ്വസിച്ചു. ആ സദസ്സിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, അത് സത്യമായിരിക്കും, അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കും എന്ന് അവരെ കുറിച്ച് റസൂലുള്ളാഹിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ അടിയിലുള്ള ആളുകൾ ഏറ്റവും മുകളിലുള്ള ആളുകളെ കാണും. ഏതുപോലെ? നമ്മൾ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രത്തെ കാണുന്നത് പോലെ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വ ഇന്ന അബൂബക്കർ വ ഉമർ മിൻഹും, ആ മുകളിലുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അബൂബക്കറും ഉമറും. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന മിൻ ഹാദദ്ദീൻ, ഇന്നഹുമാ മിൻ ഹാദദ്ദീൻ, ഈ ദീനിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും സ്ഥാനം ബിമൻസിലത്തി സമഇ വൽ ബസ്റി മിനർ റഅസ്, തലയിൽ നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും എത്രത്തോളം സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനമാണ് ഈ ദീനിൽ അബൂബക്കറിനും ഉമറിനുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെയും മുർസലീങ്ങളെയും ഒഴിച്ചു നിർത്തിയാൽ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായി 4 പേരെ എന്റെ സ്വഹാബത്തിനെ തെരഞ്ഞെടുത്തു. ആ സ്വഹാബത്തിൽ തന്നെ 4 പേരെ തെരഞ്ഞെടുത്തു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഈ 4 പേരാണ് അവർ. ഇനി അവരുടെ മഹത്വം പറയാൻ എന്ത് പറയണം? ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ 2 മക്കളെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്ത സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുമാത്രം പോലെ അദ്ദേഹത്തിന് മഹത്വം പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തു അലി റളിയല്ലാഹു അൻഹുവിന്. അതുമാത്രം മതി അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ സ്വഹാബത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈമാനികമായി ആവേശം നൽകുന്നതാണ്. നമുക്ക് ഈമാനികമായി മുന്നോട്ടുള്ള വഴിവെളിച്ചമാണ് ഈ സ്വഹാബത്തിന്റെ ജീവിതം. ഇത് നമ്മൾ കേട്ടുപോയാൽ പോരാ. ചരിത്രം കേൾക്കാൻ രസമാണ്, പക്ഷെ ഇവിടെ നമുക്ക് റെക്കോർഡ് സൗകര്യങ്ങളുണ്ട്. കഴിയുന്നവര് അത് മക്കളെ കേൾപ്പിക്കണം, അത് എഴുതിയെടുത്ത് പഠിക്കണം, നമ്മുടെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കാതെ അവൾ വളർന്നാൽ ഒരു ധാർമ്മികത ആ വീട്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുകയില്ല. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാറുണ്ടായിരുന്നു, സൂറത്തുൽ ഫാത്തിഹ എപ്രകാരം ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചിരുന്നുവോ അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുമായിരുന്നു. സൂറത്തുൽ ഫാത്തിഹ എത്ര പ്രാധാന്യമുണ്ട്, അതുപോലെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുണ്ട്. അതുകൊണ്ട് ചരിത്രം നമ്മൾ കേട്ട് മനസ്സിലാക്കുക, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി ഇൽമു പഠിക്കുവാനും സ്വഹാബത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരുടെ പാത പിന്തുടരുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹാമലെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.